എല്ലാവർക്കും ഹൊറൈസൺ PSC ആൻഡ് ജോബ്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കൊല്ലം കാനറ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെയും തിരുവനന്തപുരം കിളിമാനൂർ പഴകുന്നുമ്മൽ പഞ്ചായത്തിലെയും ഒഴിവുകളാണ്. ഓഫീസ് അസിസ്റ്റന്റ്, ക്യാമ്പ് അസിസ്റ്റന്റ്, പ്രോജക്ട് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തേത് കൊല്ലം കാനറ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ ഒഴിവാണ്. ഇതിന്റെ പ്രായപരിധി 22 മുതൽ 40 വരെ. യോഗ്യത ബിരുദവും MS ഓഫീസിൽ പ്രാവീണ്യവും അക്കൗണ്ടിങ്ങിൽ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം അപേക്ഷകര്. അപ്പോൾ താല്പര്യമുള്ളവർ ജനുവരി 14 മുമ്പ് cbrsetti@gmail.com എന്ന മെയിൽ വഴി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0474253741 അല്ലെങ്കിൽ 9495245002. അടുത്തത് കൊല്ലം പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിലേക്കുള്ള ഒഴിവാണ്. ക്യാമ്പ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. ഇത് ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇതിന്റെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമോ ഓർ ത്രിവത്സര ഡിപ്ലോമയോ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവരായിരിക്കണം അപേക്ഷകര്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അപേക്ഷയും ബന്ധപ്പെട്ട അസൽ രേഖകളുമായിട്ട് ജനുവരി 15 രാവിലെ 10:30 എഴുത്ത് പരീക്ഷയ്ക്കും തുടർന്നുള്ള അഭിമുഖത്തിനുമായിട്ട് കൊല്ലം പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0474255050. അടുത്തത് തിരുവനന്തപുരം കിളിമാനൂർ പഴകുന്നുമ്മൽ പഞ്ചായത്തിലെ ഒഴിവാണ്. പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇത് താൽക്കാലിക ഒഴിവാണ്. ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇതിന്റെ യോഗ്യത ബിരുദവും DCA ഓർ PGDCAയും അല്ലെങ്കിൽ സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ ഓർ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഓർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് പറ്റും. ഇതിന്റെ പ്രായപരിധി 30 ആണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജനുവരി 16 മുമ്പ് പഴകുന്നുമ്മൽ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുക.